നമ്മളൊക്കെ വലിയ ആളുകളാണെന്ന് ചിന്തിക്കുമ്പോൾ റബ്ബിനോട് ഇരക്കുകയാണല്ലോ. യജമാനന്റെ മുന്നിൽ അടിമയായിട്ട് നമ്മൾ നിന്നിങ്ങനെ ഇരക്കുകയാണ്. റബ്ബേ എനിക്ക് തരണേ 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 എന്ന് പറഞ്ഞ് ഇരക്കുമ്പോ സ്വാഭാവികമായും നമ്മുടെ കിബറൊക്കെ ഒന്നിങ്ങനെ കുറഞ്ഞ്, നമ്മുടെ അഹങ്കാരമൊക്കെ ഒന്ന് കുറഞ്ഞ് നമ്മൾ നന്നാവാനുള്ള വലിയൊരു കാരണമായി ദുആഇനെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദുആ ചെയ്യൂ. ദുആക്ക് എങ്ങനെ ഇജാബത്ത് തരാമെന്ന് നമുക്ക് പറയാൻ കഴിയൂല. ഒരു 4-5 കൊല്ലം മുമ്പുള്ള ഒരു അനുഭവം, RSCയുടെ ഇവിടുത്തെ SSFന്റെ ഗൾഫ് ഘടകം RSCയുടെ അവിടെ ഗൾഫ് വളണ്ടിയറായിട്ട്, അവിടെ ഹജ്ജിന് വളണ്ടിയർമാരായിട്ട് ഒരുപാട് ആളുകൾ പോവാറുണ്ട്. ഇപ്രാവശ്യവും ആയിരക്കണക്കിന് ആളുകൾ ഹജ്ജിന് ഉള്ള ഹജ്ജാജിമാർക്ക് ഒന്നും സേവനം പറ്റാതെ, അവരിൽ നിന്ന് ഒന്നും കാശ് മേടിക്കാതെ അവിടെ സേവനം ചെയ്യുന്ന ഒരവസ്ഥ. അവിടുത്തെ ഒരു RSCയുടെ വളണ്ടിയർ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പങ്കുവെച്ചത് സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറയുകയാണ്, ഹജ്ജിന് വന്ന കൂട്ടത്തിൽ അവർക്ക് സേവനം ചെയ്യുമ്പോ അവിടെ മദീനത്ത് കുറച്ച് ദൂരെ റൂമുകളിൽ ഇങ്ങനെ അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി നോക്കുമ്പോ, ഹജ്ജ് കഴിഞ്ഞ് മദീനത്തേക്ക് വന്നതാ. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു റൂമിൽ നിന്ന് ഇങ്ങനെ തേങ്ങിയുള്ള ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. പോയി നോക്കുമ്പോ ഒരു പാവപ്പെട്ട ഒരു ഉമ്മാമയാണ്, ഒരു പ്രായമുള്ള സ്ത്രീയാണ്. അവരെന്താണ് അവിടുന്ന് കരയാനുള്ള കാരണം അന്വേഷിച്ച് നോക്കുമ്പോ ഒരു മലയാളിയാണ്. എന്താണ് കരയാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഞാനൊരു 10-70 ആളുകളുള്ള ഒരു ഗ്രൂപ്പിൽ വന്നതാണ്. ഞാൻ ഹജ്ജിനൊക്കെ അവർ കൊണ്ടുപോയി ഇങ്ങനെ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. മദീനത്തേക്ക് വന്നപ്പോ എനിക്ക് ഒരു പ്രാവശ്യം എന്നെ മദീനത്ത് കൊണ്ടുപോയി ഇവിടെ കൊടുന്നിരുത്തി പിന്നെ മദീനത്തേക്ക് പോയതാ. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നതാണല്ലോ, എനിക്ക് നടക്കാൻ കഴിയൂല, എന്നെ കൊണ്ടുപോകാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ട് പോലും ഇവിടെ ഇരുത്തിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞപ്പോ, ഉമ്മ ബേജാറാകണ്ട, ഒരു പ്രവർത്തകനെ കൂടി വിളിച്ച് അവരെ കൊണ്ടുപോവുകയാണ്. അവരെ അങ്ങ് മദീനയിലേക്ക് കൊണ്ടുപോയി ഇവിടുത്തെ അമീറിന്റെ നമ്പറൊക്കെ സംഘടിപ്പിച്ച് അവർക്ക് വിളിച്ച് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അവരവിടെ നിന്ന ആ ഒരാഴ്ചയിൽ പല സമയങ്ങളിലായി ഇവർ വന്ന് ആ ഉമ്മയെ കൊണ്ടുപോയി മദീനത്ത് കൊണ്ടുവരും. അവിടെ നിന്ന് ഇങ്ങനെ സിയാറത്തിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ തിരിച്ചു വന്ന് ഇവർ വീണ്ടും മക്കത്തേക്ക് പോയിട്ട് അവിടെ നാട്ടിലേക്ക് വരികയാണ്. അപ്പോഴേക്ക് ഈ ഉമ്മാക്ക് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് നല്ല കലശലായ പനി വന്നിട്ടുണ്ട്. ആ പനിയിലാണ് ആ ഉമ്മ ഉള്ളത്. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യൻ പറയുകയാണ്, RSCയുടെ വളണ്ടിയർ പറയുകയാണ്, അവർക്ക് വേണ്ട മരുന്നുകളും ഗുളികകളും ഒക്കെ കൊടുത്തു. പക്ഷെ പിന്നീട് അവിടുന്ന് അവര് യാത്ര പുറപ്പെട്ടു. മദീനയിൽ നിന്ന് സമ്മതം ചോദിച്ച് യാത്ര പുറപ്പെട്ടു. നല്ല പനിക്കുന്നുണ്ട് ഉമ്മാക്ക്. കുറെ കഴിഞ്ഞ് യാത്ര അങ്ങ് പകുതിയായപ്പോ അവര് ബസ്സിലാണ് പോകുന്നത്. യാത്ര കുറച്ചങ്ങ് എത്തിയപ്പോഴേക്ക് ആ അമീർ എന്നെ വിളിച്ചു, നിങ്ങൾ എവിടെയാണ്? മദീനത്തുണ്ട്, നിങ്ങൾ പെട്ടെന്ന് ഇന്ന സ്ഥലത്തേക്ക് എത്തണം. ഞാൻ അവിടേക്ക് ഓടിച്ചെന്നു. ഞാൻ എന്റെ 2-3 സഹപ്രവർത്തകരെ കൂട്ടി ഓടിച്ചെന്നു. പോയി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ വല്യമ്മ മരണപ്പെട്ടിരിക്കുന്നു. അവ മക്കത്തേക്ക് കുറെ കൂടി കൂടുതൽ ദൂരണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ മക്കത്തേക്ക് പോകേണ്ട, നാളെ ഫ്ലൈറ്റ് ആണ്. നിങ്ങൾ ഇവരുടെ മയ്യത്ത് സംസ്കരണങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു എന്ന് അമീർ പറഞ്ഞപ്പോ ആ RSCയുടെ പ്രവർത്തകർ ആ മയ്യത്ത് ഏറ്റെടുത്ത് മദീനത്തേക്ക് കൊണ്ടുവന്നു. അവിടുത്തെ ജന്നത്തുൽ ബഖീയിൽ ആ ഉമ്മയുടെ അവിടെ ഖബർ റെഡിയാക്കിയിട്ട് ആ ഉമ്മയെ കുളിപ്പിക്കലും നിസ്കാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ പ്രവർത്തകർ തന്നെ അവിടെ ഖബറിലേക്ക് അങ്ങ് വെക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് 2 അറബികൾ ഓടി വരികയാണ്. 2 അറബികൾ ഓടി വന്നിട്ട് പറഞ്ഞതിന്, ആ അറബികൾക്കൊരു സ്വഭാവമുണ്ട്. ചെറിയ കുട്ടികൾ ജനിക്കുമ്പോ തന്നെ മരണപ്പെട്ട കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾക്ക് സെപ്പറേറ്റ് വേറെ കബറൊരുക്കുന്ന ഒരു രൂപം അറബി നാടുകളിലില്ല. അത് വേറെ മയ്യത്ത് കബറടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ വെച്ചുകൊടുക്കലാണ് അവർ സാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ ഒരു ചെറിയ കുട്ടി, മരണപ്പെട്ട ഒരു ചെറിയ കുട്ടിയുമായി ഇവർ ഓടി വരികയാണ്. കബർ മൂടലി, ഈ കുട്ടിയെ കൂടി അതിൽ വെക്കണം എന്ന് പറഞ്ഞ് അവർ ആ ഉമ്മയുടെ മയ്യത്ത് ഇങ്ങനെ ചിരിച്ചു കിടത്തിയിരിക്കുകയാണ് കിബിലക്ക് മുന്നിടിച്ചിട്ട്. അപ്പൊ ഈ കുട്ടിയെ കൂടി കെടുത്തണം എന്ന് പറഞ്ഞപ്പോ ആ അറബികളുടെ കയ്യിൽ നിന്ന് ആ സംസ്കരിച്ച കുട്ടിയെ എടുത്ത് അവിടെ ആ ഉമ്മയുടെ ചാരത്ത് അവിടെ ഇങ്ങനെ കെടുത്തി. ഈ പ്രവർത്തകൻ പറയാണ്, അങ്ങനെ കബറിന്റെ മുകളിലേക്ക് ഇങ്ങനെ നിന്ന് കബറിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഒരു ഉമ്മ ഇങ്ങനെ കിടക്കുന്ന, ആ ഉമ്മയുടെ മുല പിടിക്കുന്നത് പോലെ ഒരു കുഞ്ഞിങ്ങനെ ആ ഉമ്മയോട് ഒട്ടിക്കിടക്കുന്ന ഒരു രംഗമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഞങ്ങൾ അങ്ങനെ പിന്നെ മൂടുകല്ലൊക്കെ വെച്ച് കബർ അടക്കി അങ്ങനെ റൂമിലേക്ക് വന്നു. ആ അമീറിനെ ബന്ധപ്പെട്ടു. ഈ ഉമ്മയുടെ കുടുംബക്കാരെ
നേരത്തെ മരണവിവരം അറിയിച്ചിരുന്നു. അവർക്ക് വിളിച്ചു, കുടുംബക്കാർക്ക് വിളിച്ച് ആ ഉമ്മയെ കുറിച്ച് അന്വേഷിച്ചു. ആ ഉമ്മയെ കുറിച്ച് നല്ല മരണം, സന്തോഷകരമായ മരണം, നല്ല പുഞ്ചിരിക്കുന്ന മുഖമോടുകൂടെയായിരുന്നു അവർ കിടന്നിരുന്നത്. ആ ഉമ്മയെ കുറിച്ച് അന്വേഷിച്ചപ്പോ അവിടുത്തെ കുടുംബക്കാര് പറഞ്ഞു, ആ ഉമ്മയുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടിട്ടുണ്ട്. ആ ഉമ്മ കിട്ടുന്ന കാശൊക്കെ ഒരു കൂട്ടി അതിങ്ങനെ ഹജ്ജിന് വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച് അങ്ങനെ ആദ്യമായിട്ട് വന്നതാണ് ഹജ്ജിന്. അവിടുന്ന് എത്രയോ പ്രായമായിട്ടുണ്ട്. ആ ഉമ്മ ആ കുടുംബക്കാര് വിളിച്ചിട്ട് പറയാണ്, വിളിച്ചപ്പോ പറഞ്ഞതാണ്, ആ ഉമ്മ നല്ലൊരു സ്ത്രീ ആയിരുന്നു, ഇടക്കിടക്ക് ഖുർആന് ഖത്മ് തീർക്കുന്നവരായിരുന്നു, നന്നായി ദ്വാരക്കും. ഞങ്ങൾ കുടുംബത്തിലുള്ളവരൊക്കെ ആ ഉമ്മയെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. ദ്വാക്ക് നല്ല ഉത്തരമുള്ള ഉമ്മയായിരുന്നു. പക്ഷേ ഒരു ദ്വാക്ക് അള്ളാഹു ഉത്തരം കൊടുത്തിട്ടില്ല. എന്താണെന്ന് ഈ പ്രവർത്തകൻ ചോദിച്ചപ്പോ മറുപടി പറഞ്ഞത്, ആ ഉമ്മാക്ക് മക്കളില്ല. ആ ഉമ്മാക്ക് ഒരൊറ്റ കുട്ടി പോലുണ്ടായിട്ട് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എപ്പോഴും ദ്വാ ചെയ്യാറുണ്ടായിരുന്നു, എല്ലാവരോടും ദ്വാ ചെയ്യാൻ പറയാറുണ്ടായിരുന്നു. ഈ പ്രവർത്തകൻ പറയാണ്, അതങ്ങ് കേട്ടപ്പോ ഞാനങ്ങ് ഞെട്ടിത്തെരിച്ചു പോയി, പൊട്ടിക്കരഞ്ഞു പോയി. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഉമ്മക്ക് മക്കളെ കൊടുക്കാതെ ഖബറിലാണ് ആ കുട്ടിയെ അല്ലാഹു തആല ആ ഉമ്മാക്ക് കൊടുത്തത്. ആ ഉമ്മയുടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകിയത് അവിടെയാണ് എന്ന് ആ പ്രവർത്തകൻ പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതുപോലെ നമ്മൾ നിരാശരാകരുത്. റബ്ബിന്റെ നിഅമത്തിനെ തൊട്ട് ഒരിക്കലും നമുക്ക് നിരാശ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ റബ്ബ് നമുക്ക് ഇതുവരെയുള്ളതൊക്കെ തന്ന റബ്ബ്, ആ റബ്ബെന്നെയാണ് നമ്മളെ സംരക്ഷിക്കാനും നോക്കാനുള്ളത് എന്ന ഉദ്ദേശത്തോടുകൂടെ എന്ത് പ്രയാസം വന്നാലും നമ്മുടെ ഒക്കെ ലക്ഷ്യം നമ്മൾ അല്ലാഹുവിലേക്കുള്ളവരാണ്, നമ്മൾ റബ്ബിൽ നിന്ന് വന്നവരാണ്, റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ്. അതിനിടയിൽ ഈ ദുനിയാവിൽ എന്തൊക്കെ ഉണ്ടാകട്ടെ നമുക്ക് പ്രശ്നമില്ല. ആ ഒരു തവക്കുലോടുകൂടെ, ഈമാനോടുകൂടെ, തഖ്വയോടുകൂടെ നമ്മൾ ജീവിക്കണം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.